മലപ്പുറത്തേക്കാണ്. കോട്ടക്കൽ നഗരസഭയിലെ UDF തർക്കത്തിന് പരിഹാരമായി ലീഗ് വിമത സ്ഥാനാർത്ഥി മങ്ങാടൻ അബ്ദു കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കും. കോൺഗ്രസിന് UDF അനുവദിച്ച സീറ്റിൽ ലീഗ് പ്രതിനിധിയായ മങ്ങാടൻ അബ്ദു വിമതനായി മത്സരിക്കുന്നതിലായിരുന്നു തർക്കം. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, എങ്ങനെയാണ് ഈ തർക്കം ഒത്തുതീർപ്പിലേക്ക് എത്തിയത്? അനുജ, കോട്ടക്കൽ നഗരസഭയിൽ ഇത്തവണ UDF കോൺഗ്രസിന് പുതുതായി ഒരു സീറ്റ് കൂടി അനുവദിച്ചിരുന്നത്. അത് ഗാന്ധിനഗർ സീറ്റായിരുന്നു. എന്നാൽ ഈ സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന സമയത്താണ് മുസ്ലിം ലീഗിന്റെ വിമത സ്ഥാനാർത്ഥി രംഗപ്രവേശനം ചെയ്തത്. മങ്ങാടൻ അബ്ദു എന്ന് പറയുന്നയാളാണ് വിമതനായി രംഗത്തുള്ളത്. ഇതോടുകൂടി കോൺഗ്രസും ലീഗും മുടക്കുന്ന ഒരു ഘട്ടമുണ്ടായി. കോൺഗ്രസ് പറഞ്ഞിരുന്നത് തങ്ങൾ ഇനി ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ളതാണ്. കാരണം കോൺഗ്രസിന് അനുവദിച്ച സീറ്റിൽ ഈ വിമത ശല്യം ഉള്ളതായിരുന്നു പ്രശ്നത്തിന് കാരണമായി ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ഇപ്പോൾ പ്രശ്നത്തിന് പരിഹാരമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ ലീഗ് വിമത സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയ അദ്ദേഹം തന്നെ കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു പ്രശ്നത്തിന് ഇതോടുമായി എന്നുള്ളതാണ് UDF നേതൃത്വം വ്യക്തമാക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയും AP അനിൽകുമാറും നിർദ്ദേശപ്രകാരം നടത്തിയ ചർച്ചയിലാണ് ഇത്തരം ഒരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു അനുനയ നീക്കം ഫലവത്തായിരിക്കുന്നത്. അതാണ് മലപ്പുറം കോട്ടക്കൽ നഗരസഭയിലെ UDF തർക്കത്തിന് പരിഹാരമായിരിക്കുന്നു. ലീഗുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങൾ അതിന് പരിഹാരമായിരിക്കുന്നു എന്നുള്ളതാണ് സമീർ ബിൻ കരീം അറിയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.